വേൾഡ് വാച്ചസ് ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തൊണ്ടയിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കഫത്തിനെ കുറിച്ചാണ്. ക്രോണിക് മ്യൂക്കസ് ഇൻ ത്രോട്ട് എന്നാണ് നമ്മൾ മോഡേൺ വെർഷനിൽ ഇതിനെ പറയുന്നത്. ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണിത്. വളരെ നാളായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള കഫം വളരെ ദുർഗന്ധത്തോടൊക്കെ കൂടി നമ്മുടെ വായിലേക്ക് വരാറുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ തുപ്പിക്കളയും, പിന്നെയും വരും, പിന്നെയും തുപ്പിക്കളയും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മൂക്കിലൂടെ ആയിരിക്കും ഇത് ഒഴുകുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ചിലപ്പോൾ നാസാദ്വാരത്തിലൂടെയോ വായിലൂടെയോ ഒക്കെ ഇത്തരം അടിഞ്ഞുകൂടിയ കഫം വരാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ചികിത്സിക്കേണ്ടത്, ആയുർവേദത്തിൽ എങ്ങനെയാണ് ഇതിനെ ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് എന്താണെന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരം ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകരിക്കും. അപ്പൊ ഫുള്ളായിട്ട് തന്നെ കാണാം. ഫുള്ളായിട്ട് തന്നെ കണ്ടാലാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പറയാം, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ക്രോണിക് മ്യൂക്കസ് ഇൻ ത്രോട്ട്, അതാണ് നമ്മളെ മോഡേൺ വേർഷനിൽ. അപ്പൊ നമുക്കറിയാം, എപ്പോഴും കഫം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് തണുപ്പ് കാലഘട്ടമാണ്, അല്ലെങ്കിൽ തണുപ്പ് സീസണോടനുബന്ധിച്ചാണ് നമുക്ക് ഈ കഫത്തിന്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. അത് വളരെ ശരിയായ കാര്യമാണ്. പക്ഷെ പല ആൾക്കാരിലും സീസണുകൾ ഒരു വ്യത്യാസപ്പെട്ടിരിക്കുന്ന സമയത്തും, അതായത് ചൂട് കാലങ്ങളിലും ഈ പഴകിയ കഫത്തിന്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് എന്താണ് കാരണം എന്നൊക്കെ നമുക്ക് ഇതിന് റിലേറ്റ് ചെയ്ത് ഞാൻ അടുത്ത ഇതിന്റെ സെക്ഷനിലനുബന്ധിച്ച് പറയാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയാം, അക്കോർഡിംഗ് ടു ആയുർവേദ നമ്മൾ 3 ടൈപ്പുകളായിട്ട് വാദം, പിത്തം, കഫം 3 ദോഷങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടല്ലോ. അതിൽ നമ്മുടെ ശരീരത്തിലുള്ള സ്ഥാനങ്ങളും അതനുസരിച്ച് തിരിച്ചിട്ടുണ്ട്. അപ്പൊ വാദം എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ശരീരത്തില് അധോഭാഗമാണ്. അധോഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അരക്കെട്ടിന് താഴെയുള്ള ഭാഗത്തിനെയാണ് അധോഭാഗം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അധോ കായം, ആ ഭാഗത്താണ് നമുക്ക് വാദം, അതായത് നമുക്ക് വാദരോഗങ്ങളൊക്കെ കണ്ടാൽ അറിയാലോ, നമുക്ക് വേദനകളാണ് കൂടുതലായിട്ടും വരാറുള്ളത്. അപ്പൊ വാദം എന്ന് പറയുന്നത് ഈ മധ്യഭാഗത്തിന് താഴെയുള്ള, അരക്കെട്ടിന് താഴെയുള്ള ഭാഗത്തിനെയാണ് അധോഭാഗം എന്ന് പറയുന്നത്, അരക്ക് കീഴ്പോട്ട്. ഓക്കെ. പിന്നെ മധ്യമകായം എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ ഭാഗമാണ്. ആ വയറിന്റെ ഭാഗത്താണ് നമുക്ക് പിത്തദോഷം വരുന്നത്. അപ്പോൾ അരക്കെട്ടിന്റെ ഭാഗത്ത് പിത്തദോഷം, വയറിന്റെ ഭാഗത്ത് പിത്തദോഷം എന്ന് പറയുന്നത് എന്താണ്? ചൂടാണ്, അതുപോലെ അഗ്നിയാണ്. അതാണ് നമ്മുടെ ശരീരത്തിലെ ഡൈജഷന് സഹായിക്കുന്നത്. ഡൈജഷൻ എന്ന് പറയുന്നത് അറിയാലോ, നമ്മുടെ ശരീരത്തിൽ കാണുന്ന പലതരത്തിലുള്ള ദഹന പ്രക്രിയ, അതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പിത്തം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് ഫയർ ആണ്, അല്ലെങ്കിൽ ജാഡരാഗ്നിയായിട്ടാണ് പിത്തം റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയിലൊക്കെ ഒരുപാട് പങ്ക് വഹിക്കുന്നത് അക്കോർഡിംഗ് ടു ആയുർവേദ പിത്തദോഷമാണ്. ഓക്കെ. ഇനി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെയിൻ ആക്ടർ, അതാണ് കഫദോഷം. അപ്പൊ ഇന്ന് പറയുന്നതിന്റെ കാര്യം കഫത്തിനെ കുറിച്ചാണ് അല്ലെ. അപ്പൊ കഫദോഷം എവിടെയാണ് കൂടുതലായിട്ട് കാണുന്നത്? നമ്മുടെ ഉരസ്, അതായത് ഉരസ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നമ്മൾ നെഞ്ചിനെ പറയുന്നത് ഉരസ് എന്നാണ്. ഉരസിന്റെ മുകളിലായിട്ട്, മനസ്സിലായോ, മുകളിലായിട്ട് കാണുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ശിരോഭാഗം, അതായത് ശിരോഭാഗം, അതുപോലെ ഈ കഴുത്തിന്റെ ഭാഗം, അതുപോലെ നമ്മുടെ ശിരസിന്റെ ഭാഗം, ചെവിയുടെ ഭാഗം, എല്ലാ ഭാഗങ്ങളും, ഇത്തരം ഭാഗങ്ങൾ മൊത്തമായിട്ട് വരുന്നതാണ് കഫത്തിന്റെ സ്ഥാനം. അപ്പോ നമ്മളുടെ അതായത് ഊർദ്ധകായം എന്ന് പറയും അതിനെ, ഊർദ്ധകായം, അതായത് മുകളിലോട്ടുള്ള ഭാഗത്തിനെയാണ് നെഞ്ചിന് മുകളിൽ, അതാണ് ഏറ്റവും അതിന്റെ കഫത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത് വരുന്നത്, ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുന്നത്, കാരണങ്ങൾ നമുക്ക് പറയാം. ഇപ്പോ ജനറ്റിക്കലി ഒരു പേഷ്യന്റ് അയാൾ കഫപ്രകൃതിക്കാരനാണ് അല്ലെങ്കിൽ കഫപ്രകൃതിക്കാരിയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. മനസ്സിലായോ? അതായത് കഫപ്രകൃതി ആയിട്ടുള്ള പേഷ്യന്റ് എപ്പോഴും അവർക്ക് ഇത്തരം കഫം കൂടുതലായിട്ട് ശരീരത്തിൽ കൂടുതലായിട്ട് അഗ്രിവേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കഫം അടിഞ്ഞുകൂടുന്ന പ്രശ്നം, സൈനസൈറ്റിസ്, മൈഗ്രെയിന്റെ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ അലർജി കണ്ടീഷൻസ്, ഇതൊക്കെ അവർക്ക് ശരീരത്തിൽ കൂടുതലായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ നമുക്ക് ദിവസത്തിനെയും നമ്മൾ പല രീതിയിലായിട്ട് ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ദിവസങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, നമുക്ക് കഫം കൂടുന്ന സമയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. അതും ഇതിന്റെ ഒരു പ്രധാന കാരണമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കൂടുതൽ കെയർ ചെയ്യണം. അപ്പൊ ഏതൊക്കെയാ ദിവസങ്ങൾ എന്ന് പറയുന്നത്? രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയം, അതായത് ഒരു 11 മണി തൊട്ട് ഒരു 11:30, ആ ഒരു കൃത്യ ടൈമാണ് പറയുന്നത്. അതാണ് കഫപ്രകൃതി കൂടുതൽ, അല്ലെങ്കിൽ കഫം കൂടുതലായിട്ട് ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ടൈം. പിന്നെ അതുപോലെ പിത്തദോഷം എന്ന് പറയുന്നത് നമുക്കൊരു 11:30 തൊട്ട് 2 മണി വരെയുള്ള സമയമാണ് പിത്തദോഷം ശരീരത്തിൽ കൂടുന്ന അവസ്ഥ. അതുപോലെ വാദം എന്ന് പറയുന്നത് ഈവനിങ്, മനസ്സിലായോ, അപ്പൊ രാത്രിയായിരിക്കും അല്ലെങ്കിൽ ആ ഈവനിങ് സമയത്തായിരിക്കും വാദദോഷം കൂടുന്നത്. അങ്ങനെയാണ് ദിവസത്തിന്. അപ്പൊ ദിവസത്തിനനുസരിച്ച് നമ്മളുടെ കഫത്തിനെ ക്രമീകരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങൾ അനുസരിച്ച് ക്രമീകരിക്കുന്നു. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ വേറെ വയസ്സനുസരിച്ച് ക്രമീകരിക്കുന്നു. ബാലന്മാർക്കാണ് കഫദോഷം ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ടാവും, അവർക്ക് എപ്പോഴും കോൾഡും എപ്പോഴും ഇത്തരത്തിലുള്ള അടഞ്ഞ കഫമൊക്കെ ഇരിക്കും, അതുപോലെ കഫക്കെട്ട് വരും, ആസ്മ വരും, അത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ബാല്യകാലഘട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. എപ്പോഴും ജലദോഷമായിരിക്കും, എപ്പോഴും അതിനെ സംബന്ധിച്ച് നമുക്ക് പനി ഉണ്ടാകും, ജലദോഷപ്പനി ഉണ്ടാകും, അങ്ങനെ മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ ആ ബാലകാലഘട്ടത്തിൽ, അതായത് ആ കഫദോഷം ഏറ്റവും കൂടുതൽ അധികരിക്കുന്ന ടൈമാണ് സമയങ്ങൾ, അതായത് ബാലകാലഘട്ടം, നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത്. പിന്നെ യൗവനത്തിലൊക്കെ കടക്കുമ്പോൾ നമുക്ക് പിത്തദോഷമായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. വാർദ്ധക്യത്തിലാണ് നമുക്ക് വാദദോഷം കാണുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ മുൻപ് തന്നെ നമ്മുടെ ഈ അവസ്ഥകളൊക്കെ
കൂടിയും കുറഞ്ഞും ഒരു വേരിയേഷൻസിലൊക്കെ വരാറുണ്ട് കേട്ടോ. പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതാണ് ആ ഒരു വയസ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ പറയുന്നത് തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ, ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ്, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെയധികം ഹിൽ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട് അല്ലെ ചില സ്ഥലങ്ങളിൽ. ഇപ്പൊ വയനാട്, മൂന്നാർ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട്, ഇടുക്കി അതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ഹിൽ സ്റ്റേഷൻസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കഫത്തിന്റെ ആധിക്യം കൊണ്ടുള്ള രോഗങ്ങൾ കൂടുതലായിരിക്കും. കാരണം ഇനി ചിലവർക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഹാബിച്വേറ്റഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷെ വന്ന് താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് അത്ര പരിചയം ഉണ്ടാവില്ല, ആ തണുപ്പ് സഹിച്ചിട്ടുള്ള പരിചയം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്തും അവർക്ക് ഈ കഫത്തിന്റെ കൂടുതലായിട്ടുള്ള ആധിക്യം വരാനായിട്ട് കാരണമാണ്. അപ്പോൾ കഫദോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറയുന്നത് തണുപ്പ് തന്നെയാണ്. തണുപ്പ് കൂടുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. എല്ലാ തരത്തിലും തണുപ്പിനെ ക്രമീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിൽ ചെയ്യേണ്ട ചികിത്സ. അത് ഞാൻ ഇതിന് കഴിഞ്ഞിട്ട് പറയാം. ഇപ്പൊ ഏറ്റവും ഞാൻ ആദ്യം പറഞ്ഞ പോലെ കഫപ്രകൃതിയുള്ള ആൾക്കാർക്ക് തണുപ്പ് കൂടും. അതുപോലെ തണുപ്പിൽ ഉള്ള സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം പ്രശ്നങ്ങൾ കൂടും. അതുപോലെ തണുപ്പ് ആഹാര പദാർത്ഥങ്ങൾ, അതായത് കൂൾ ഡ്രിങ്ക്സ്, ഐസ്ക്രീം, അതുപോലെ തന്നെ ഐസ് വാട്ടർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള കഫത്തിന്റെ പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ മുങ്ങിക്കുളി കുളിക്കുന്ന ആൾക്കാർ, നമുക്കറിയാം നമ്മള് ഈ കുളിക്കാനൊക്കെ മുങ്ങിക്കുളിച്ച്, അതുപോലെ ഷവറിൽ നിന്ന് നേരിട്ട് നമ്മൾ വെള്ളം നമ്മുടെ തലയോട്ടിയിലേക്ക് അടുപ്പിക്കുന്ന തരത്തിൽ നമ്മൾ കുളിക്കാറൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ ഈ കഫത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇരട്ടിക്കാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ മുങ്ങിക്കുളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ സംബന്ധിച്ച് വരാറുണ്ട്. പിന്നെ ശിരസിനെ ആശ്രയിച്ചോ നെഞ്ചിനെ ആശ്രയിച്ചിട്ടോ, ശിരസിനെ ആശ്രയിച്ചോ നെഞ്ചിനെ ആശ്രയിച്ചോ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരം അവസ്ഥകൾ കൂടുതലായിട്ട് നമുക്ക് ഈ കഫമൊക്കെ അടിഞ്ഞുകൂടാനും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും കാരണമാകാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മ്യൂക്കസ് ലൈനിങ്ങിലാണ്. അപ്പൊ എപ്പോഴും നമുക്ക് അറിയാം, ഒരു അക്കോർഡിംഗ് ടു മോഡേൺ പറയുകയാണെങ്കിൽ നമുക്ക് ഈ കഫം കൂടുന്ന അവസരത്തിൽ മ്യൂക്കസ് ലൈനിലാണ് ഈ പഴകിയ കഫം അടിഞ്ഞുകൂടുന്നത്. അപ്പോൾ നമുക്കറിയാം അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു പ്രൊസീജിയർ ആണ്. പക്ഷെ മ്യൂക്കസ് ലൈനിൽ ഈ പഴകിയ കഫം കുഞ്ഞുകൂടി, അതായത് അടിഞ്ഞുകൂടി അവിടെ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യും ചില സമയത്ത്. അങ്ങനെയാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ഈ സൈനസൈറ്റിസ്, കഫജമായ തലവേദനകൾ, മൈഗ്രെയിൻ പോലത്തെ ചില തലവേദനകൾ, ടോൺസിലൈറ്റിസ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് കണ്ടുവരുന്നത് ഈ ഒരു അവിടെ ഇൻഫെക്ഷൻ ഫോം ചെയ്യുമ്പോഴാണ്. മനസ്സിലായോ? അപ്പോ അതുപോലെ തന്നെ തണുപ്പ് കൂടുമ്പോഴും വാദസംബന്ധമായ രോഗങ്ങൾ വരുമ്പോഴും ഒക്കെ ഇത് സംഭവിക്കാം കേട്ടോ. പിന്നെ ചുമ്മാ, കഫക്കെട്ട്, ആസ്മ, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് വരാം. ഇനി ഇതിന്റെ ടിപ്സ് എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് പറയാം. അപ്പൊ അതിൽ തണുത്ത ആഹാര പദാർത്ഥങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. മുങ്ങിക്കുടി ഒഴിവാക്കണം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കൂൾ ഡ്രിങ്ക്സ് ഒഴിവാക്കണം. പിന്നെ ചെയ്യാനുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ചൂടുവെള്ളം കുടിക്കുക എന്നുള്ളത്. നമുക്കറിയാം ഒരു ഫ്ലാസ്കില് നമ്മൾ സാധാരണ 3 ലിറ്റർ വെള്ളം കുടിക്കണമെന്നാണ് അല്ലെ. അപ്പൊ ഒരു ഫ്ലാസ്ക് മേടിച്ചിരിക്കുക, അതിലേക്ക് ചെറുതായിട്ട് ഒരു ചെറു ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം എപ്പോഴും സിപ്പ് ചെയ്ത് കുടിക്കുന്നത് ഇത്തരം രോഗാവസ്ഥകൾ തടയാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ ചൂടുവെള്ളം കുടിക്കുക. അതുപോലെ ഭക്ഷണം ചൂടോട് കൂടി കഴിക്കാം. ഭക്ഷണവും ചൂടോടുകൂടി കുടിക്കുന്നത്, നമ്മൾ കുളിക്കുന്ന വെള്ളം ചൂടോടുകൂടി കുടിക്കുക. നമ്മൾ വീടുകളിൽ ചപ്പൽ ധരിക്കുക കേട്ടോ, ചപ്പൽ ധരിക്കുക. അതുപോലെ നമ്മൾ ഈ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് കമ്പിളി ആയിട്ടുള്ള സംഭവങ്ങൾ, ഡ്രസ്സൊക്കെ ആണെങ്കിൽ ട്രാവലിങ്ങിലൊക്കെ പോവാണ്, ഭയങ്കരമായിട്ട് തണുപ്പടിക്കുന്ന സ്ഥലമൊക്കെ ആണെങ്കിൽ അതുപോലെ നമ്മൾ ശരീരത്തിന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു കമ്പിളിയൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചെവി നല്ല രീതിയിൽ മങ്കി ഗ്യാപ്പ് ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കുക. മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഫുള്ളായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ രാത്രി കിടക്കുന്ന സമയത്തായാലും ഡയറക്റ്റ് ഫാനിന്റെ താഴെ കിടക്കാതിരിക്കുക. മനസ്സിലായോ? അപ്പൊ ഒരുപാട് തണവ് AC-യുടെ ഉപയോഗം, അമിതമായിട്ടുള്ള ഉപയോഗം കുറയ്ക്കുക. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി ഔഷധങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള ഔഷധങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ആയുർവേദ ഔഷധങ്ങൾ, കഷായങ്ങൾ ഉപയോഗിക്കും, ചൂർണങ്ങൾ ഉപയോഗിക്കും, അതുപോലെ തന്നെ പലതരത്തിലുള്ള ആസവാരിഷ്ടങ്ങൾ ഉപയോഗിക്കും ചില സമയത്ത്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ലേഹ്യങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ എപ്പോഴും കഫജ സംബന്ധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് നസ്യം. നസ്യം വളരെയധികം നമ്മുടെ ഈ കഫജ സംബന്ധമായ പ്രശ്നങ്ങളെ ക്രമീകരിക്കാൻ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ കഷായങ്ങളിൽ പറയുകയാണെങ്കിൽ ദശമൂലകടുത്രയും കഷായം, ദശമൂലം കഷായം, ഇതൊക്കെ നമ്മൾ ഈ കഫജ സംബന്ധമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അവസ്ഥാനുസരണം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ അഗസ്ത്യ രസായനം ഉപയോഗിക്കും. അതുപോലെ താളിക്കപത്രാദി ചൂർണം ഉപയോഗിക്കും. മനസ്സിലായോ? അങ്ങനെ പലതരത്തിലുള്ള മെഡിസിൻസുകൾ നമ്മൾ ഈ കഫജ സംബന്ധമായ കാര്യങ്ങൾ കുറയ്ക്കാനും അതുപോലെ അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മൾ സഹായിക്കും. നസ്യം വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ ഇത്തരം ശമനൌഷധീസുകളും ഉപയോഗിക്കാറുണ്ട്. അത് ഓരോ രോഗാവസ്ഥ അനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇത് ഓരോ അവസ്ഥ ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം നിശ്ചയിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഒരു രോഗാവസ്ഥ ഒരു പേഷ്യന്റിന് ഉണ്ടാവുന്ന അതേ രോഗാവസ്ഥയോ ലക്ഷണങ്ങളായിരിക്കില്ല മറ്റൊരു പേഷ്യന്റിന് ഉണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പേഷ്യന്റിന് ഏത് കൊടുക്കണമെന്ന് നിശ്ചയിക്കാനായിട്ട് ഒരു ഡോക്ടർക്ക് മാത്രമേ അത്രയും അറിയുള്ളൂ. മറ്റൊരാൾ ചെയ്യുമ്പോൾ അത് ഓൺ റിസ്കിൽ നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അത് നമുക്ക് ചിലപ്പോൾ അതിന്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടിയെന്നും വരില്ല.
അപ്പൊ എപ്പോഴും ഒരു ഡോക്ടറുടെ ഗൈഡൻസിലൂടെ തന്നെ നമ്മൾ ചികിത്സിക്കാനും നമ്മുടെ ആരോഗ്യം അല്ലെങ്കിൽ രോഗങ്ങൾ നമ്മൾ ചികിത്സിച്ച് ആരോഗ്യം സമ്പാദിക്കാനൊക്കെ ശ്രമിക്കുക. അത്തരം പ്രശ്നങ്ങൾ, കഫജ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. ഞാനൊരു ക്ലിനിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നിങ്ങളെ ആയുർവേദ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ട് രോഗം മാറ്റിക്കൊണ്ടുവരാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഗുണകരമായെന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, മറ്റുള്ളവർക്കെല്ലാം അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്ത് കൊടുക്കണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ. നാളെ വേറൊരു നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി.